Alrighty. So good morning, good afternoon, good evening to everyone. എല്ലാവർക്കും Crowd1 sales ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ പേര് അറിയാം, ജോർജ് ഈപ്പൻ, മാനേജർ 1-star റാങ്കിങ്. ഇപ്പം 16 രാജ്യങ്ങളിൽ ഒരു 2500 പേര് ടീമിലോട് ഇരുന്ന് പ്രൗഡ്ലി അന്തസ്സോട് കച്ചവടം ചെയ്യുന്നു Crowd1. അപ്പൊ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് റൂൾ നമ്പർ 3 ലീഡേഴ്സിന് വേണ്ടിയും റൂൾ നമ്പർ 3 പ്രൊഫഷണൽസിന് വേണ്ടിയും. 2 റൂൾസ് നമ്മൾ പഠിക്കും. പിന്നെ Crowd1 ബിസിനസ് എങ്ങനെയാണ് 1 മിനിറ്റിനുള്ളിൽ ചെയ്യുന്നതും കൂടെ നമ്മൾ റൺ ചെയ്യും. ഓക്കെ, അപ്പൊ റൂൾ നമ്പർ 3 നമുക്ക് റൂൾ നമ്പർ 3 ലീഡേഴ്സിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒരു മിനിറ്റ്. അപ്പൊ നമ്മൾ എപ്പോഴും തുടങ്ങുന്ന പോലെ നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് ഡയറക്ടർ പീറ്റർ ജേക്കബ്സിന്റെ വാക്കിൽ കൂടെ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് വാക്കാണ്. The word of today: focused. You gotta stay focused to chase those dreams. If you're not focused, you will fit in someone else's dream. You know, they say that successful people is average people with focus. You gotta stay focused. It takes 30 days to change a habit. That's why you need those dreams to stay focused for 30 days. And if you do that, the best of your life will be the rest of your life, because you're not who you think you are. You are who you think you are. അപ്പോ 30 ദിവസം എന്ത് ചെയ്താലും അത് ഹാബിറ്റ് ആവും. 30 days എന്തും നമുക്ക് ഹാബിറ്റ് ആവും 30 ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ. റൈറ്റ്? അപ്പോ നമുക്ക് നമ്മുടെ സെയിൽസ് റൂൾസിലേക്ക് കയറാം. അപ്പോൾ നമ്മളെല്ലാവരുടെയും ദൗത്യം എന്താണ്? അംബാസിഡർ റാങ്കിലേക്ക് എത്തുക. എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം, എപ്പോഴും അംബാസിഡർ അംബാസിഡർ അംബാസിഡർ. അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം? എത്ര ആൾക്കാർ വേണം? 2 ആൾക്കാർ, ഒരാൾ ലെഫ്റ്റിലും ഒരാൾ റൈറ്റിലും. അത് മതി. പക്ഷേ അത് എളുപ്പമല്ല. നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലായി, അത് എളുപ്പമല്ല. പക്ഷെ ഡെയിലി, ഡേ ഇൻ ഡേ ഔട്ട്. ഞാൻ ഈ ട്രെയിനിങ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? സത്യമായിട്ടും ഞാൻ ഇങ്ങനെ ട്രെയിനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കറക്റ്റ് സമയത്ത് പണി എടുത്തിരിക്കും. അതിനു വേണ്ടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ശീലങ്ങൾ, എന്റെ ടീം, എന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിനെ ചീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്താലേ പറ്റൂ. അപ്പൊ എന്റെ മനസ്സിനെ ഞാൻ ചതിക്കുക. ഞാൻ വെറുതെ ഇരിക്കാൻ തോന്നുമ്പോഴത്തേക്കും, പക്ഷെ എനിക്ക് കാലണ്ടറിൽ സാധനം ഉണ്ടെങ്കിൽ ചെയ്താലേ പറ്റുള്ളൂ, അതിന് പ്രിപ്പയർ ചെയ്താലേ പറ്റൂ. അതൊരു ചെയിനാണത്. അതൊരു ചെയിനാണത്. പക്ഷെ ചെയ്താൽ മതി. ഡേ ഇൻ ഡേ ഔട്ട്. 2 ആൾക്കാര്. എന്റെ ഈ മീറ്റിംഗിൽ എന്റെ ടീം മെമ്പർ പ്രസിഡന്റ് ആയിട്ടുണ്ടെങ്കിലോ? എന്റെ ടീം മെമ്പർ ഡേസി മാഡം ഉണ്ട് ഈ നമ്മുടെ മീറ്റിംഗിൽ. മാഡം പ്രസിഡന്റ് ആയാലും പിന്നെ അടുത്ത എനിക്ക് വേറെ ഒരു പ്രസിഡന്റും കൂടെ എന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ആയിട്ടുണ്ട്. ഞാൻ ആരാ? അംബാസിഡർ. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ മാത്സ്. അംബാസിഡർ അംബാസിഡർ അംബാസിഡർ. 2 ആൾക്കാർ. ദാറ്റ്സ് ഇറ്റ്. 2 people. അതും നമ്മളിപ്പം ഞാൻ മാനേജർ 1 ആണെങ്കിൽ എന്റെ ദൗത്യം എന്തുവാ? എന്റെ 2 പേര് കോർഡിനേറ്റർ 3 ആയിരിക്കും. ഞാൻ മാനേജർ 1 ആണെങ്കിൽ അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യണം? അവരെ മാനേജർ 1 ആക്കാൻ നോക്കണം. അപ്പോഴത്തേക്ക് ഞാൻ ഓട്ടോമാറ്റിക്കലി മാനേജർ 2 ആവും. That's it. Two. 1 from your left, 1 from your right. That's it. Ambassador. നമ്മളെല്ലാവരും നമ്മൾ ഒരുമിച്ച് എത്തിയിരിക്കും. നമ്മൾ എത്തും 100%. അപ്പോൾ സെയിൽസ് റൂൾസിലേക്ക് കയറുവാണ്. നമ്മളിപ്പോ 3ാമത്തെ റൂളാണ് നമ്മൾ കയറണം. ആദ്യത്തെ 2 റൂള് ഞാൻ ഒന്നുകൂടെ പറയാം.
അടുത്ത ആഴ്ച തൊട്ട് നിങ്ങൾ ഇത് മനസ്സിൽ വെച്ചിരിക്കുന്ന റൂള്. കാരണം ഓരോ റൂള് പറയുമ്പോഴത്തേക്കും എല്ലാം ഇന്റർ കണക്റ്റഡാ, എല്ലാം ഇന്റർ കണക്റ്റഡ്. ലീഡേഴ്സിന് വേണ്ടിയുള്ള ആദ്യത്തെ റൂൾ എന്തായിരുന്നു? നമുക്കൊരു പ്രോസസ് വേണം. അതായിരുന്നു റൂൾ നമ്പർ 1. റൂൾ നമ്പർ 2 എന്തായിരുന്നു? ലിവ് ദ പ്രോസസ്. പ്രോസസ് രക്തത്തിൽ കയറ്റുക. നമ്മളെല്ലാവരും സെയിം പ്രോസസ് ആയിരിക്കണം സംസാരിക്കേണ്ടത്. റൂൾ നമ്പർ 3, നോ മ്യൂച്വൽ മിസ്റ്റിഫിക്കേഷൻ. ഓക്കെ, അതെന്താന്ന് നമുക്കിത് കേട്ട് നമുക്ക് മനസ്സിലാക്കാം. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ ശരിയാണല്ലോ. ഇതൊക്കെ സെയിൽസിന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ കൂടാണ് ഇതൊക്കെ നമ്മൾ ഈ ഓരോ റൂൾസും ഇമ്പാക്ട് ആകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് റൂൾ നമ്പർ 3. ഞാൻ ഒന്ന് എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. You can see my screen, right? Yes. Okay, awesome. This is rule number 3 for leaders or professionals? For leaders. Okay. Rule number 3, no mutual mystification. Accountability requires clarity of expectations. You know, in today's environment as a sales leader, we don't get to spend as much time as we want with our people. As a matter of fact, I believe that we're in the paper business versus the people development business. So every interaction that we have with our people should be as effective and as efficient as possible. We also want to set the stage to show them how to create clarity in every interaction that we have with our buyers. So how do we do that? Well, in the sales world, if we're using the upfront contract as a concept, and that's really what we're doing to avoid mutual mystification, we have things that we're going to cover from a sales perspective into a prospect. One is purpose. Why are we here today? Oftentimes, the salesperson won't even cover that because, of course, they know they agreed to the appointment. It's not true. People are running from call to call to call, and they have forgotten why you're here. So you've got to remind them. Number 2, time. We talked about 60 minutes. Is that still good? When you validate the time, you're minimizing the opportunity for the prospect to do the following about 20 minutes into a 60-minute call. It sounds really interesting, but I've got a ton of stuff going on today. Could you just capture what we've talked about, put it into a proposal, which I can share with the rest of the team that's not here today, and I'll get back to you. We may take that as a victory, but that's just a push, right? So we want to validate the time, so if we have less time, we can adjust appropriately up front. Agenda. Your agenda and my agenda. So your agenda is a buyer. I want to know what that is before I start. Why? It's respectful. B, I get to change my call based on what's important to you. People don't listen and don't participate in a sales call until they know you're going to cover what's important to them. But you also want to share your agenda as well. You want to get them ready. I'm going to ask you some questions about maybe your top 2 or 3 issues that you're currently having with XYZ company. What have you tried to do to fix that? And have you looked at anyone else like us in the past? So I'm getting them ready for the questions that I'm going to ask. And then finally, outcome. What are you going to decide at the end of today's call? You know, based on today's call, we could be in a position to say, it doesn't make any sense based on what you're experiencing, and I know what we're great at, there may be a disconnect. But if there is a fit, then the next step could be that we should probably get together for a little more time with the other appropriate people and kind of dig deep into those issues. Does that make sense? And so I agree upon a next step before we start, versus springing on in 57 minutes into a call saying, I think it makes sense to sit down with your senior leadership. I'd like to set up a call. Whoa! When you don't tell people what you're going to close for at the end, you automatically get an, I want to think it over. Now let's move this to sales leadership. You should be covering upfront contracts all the time in your coaching, on your phone calls with them, in your debriefs, in your training, and when you go on joint calls with your people as well. As much as you can minimize mutual mystification, everyone will benefit. But if you can cover those topics and just have a mindset to set the stage of every interaction that you have with your people, you're going to be better off. Bottom line is, no mutual mystification increases productivity. Good luck.
The Sandler rules for sales leaders are available now at Amazon or Sandler.com. So ഇതിൻ്റെ അകത്ത് നോ മ്യൂച്വൽ മിസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഒരു എക്സാമ്പിൾ ആദ്യം പറയാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക്ലാരിറ്റി വേണം എന്ന് പറഞ്ഞാൽ എല്ലാ ലെവലിലും ക്ലാരിറ്റി. നമ്മളിപ്പം ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം, എന്നിട്ട് നമ്മൾ ടീം ബിൽഡിങ്ങിലേക്ക് കയറാം. എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഒരു മീറ്റിംഗിൽ കയറുന്നതിന് മുമ്പേ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് മീറ്റിംഗിൽ സംഭവിക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോവാം ഒരു റൂട്ട് കനാലിന് വേണ്ടി. ഡെന്റിസ്റ്റ് അപ്പൊ എന്തോ ആദ്യം നമ്മുടെ അടുത്ത് പറയുന്നത്, ആദ്യം ഞാനൊരു ഇഞ്ചക്ഷൻ തരും, ആ ഇഞ്ചക്ഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മരയ്ക്കും, പിന്നെ ഞാനൊന്ന് പല്ലൊന്ന് ഓപ്പൺ ചെയ്യും, അത് ക്ലീൻ ചെയ്യും. അപ്പൊ സ്വല്പം പ്രഷർ കാണും, പക്ഷെ വേറെ ഒന്നും കാണില്ല. എന്നിട്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടയ്ക്കും. എല്ലാം കൂടി ഒരു 45 മിനിറ്റ് എടുക്കും. ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ ആ ഒരു അപ്ഫ്രണ്ട് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യം, ഒരു മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പേ നമ്മൾ അപ്ഫ്രണ്ട് ആയിട്ട് കാര്യം പറയാൻ പോവാണ് നമ്മുടെ കസ്റ്റമറിന്റെ അടുത്ത്, അല്ലെ നമ്മുടെ ടീം മെമ്പറിന്റെ അടുത്ത്. ബേസിക്കലി നമ്മുടെ ടീം മെമ്പറിന്റെ അടുത്ത്. അപ്പൊ നമ്മളൊരു മീറ്റിംഗിലേക്ക് ക്ഷണിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ടീം മെമ്പറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയണത്. അതിൻ്റെ അകത്ത് ടീം മെമ്പറിന്റെ അടുത്ത് പറയണം നമ്മുടെ പർപ്പസ് എന്താണ്, നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നതിന്റെ പർപ്പസ് എന്താണ്, കാര്യം നമ്മൾ മീറ്റ് ചെയ്യാൻ പോണേ, അത് എത്ര സമയം എടുക്കും. നമ്മുടെ മീറ്റിംഗ് ഒരു 30 മിനിറ്റ് എടുക്കും, 35 മിനിറ്റ് എടുക്കും. സൂം മീറ്റിംഗിൽ അത്രയും സമയം എടുക്കും. നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Crowd1 ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകാൻ, എങ്ങനെ ബിസിനസ് ചെയ്യുന്നുണ്ടോ നമുക്ക് സംസാരിക്കാൻ വേണ്ടി. എന്താണ് തടസ്സങ്ങൾ, എന്താണ് ഗോൾസ്, നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ നമുക്ക് മീറ്റിംഗ് ഇരിക്കാം. എന്നിട്ട് മീറ്റിംഗ് തീരുന്നതിന് മുമ്പേ നമുക്ക് തടസ്സങ്ങൾ എന്താണ് മനസ്സിലാക്കി നമുക്ക് കുറച്ച് സൊല്യൂഷനൊക്കെ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് മീറ്റിംഗ് ഒരു 30 മിനിറ്റിനുള്ളിൽ വൈൻഡപ്പ് ചെയ്യാം. അത് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ കംഫർട്ടബിൾ ആകൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? അല്ലെങ്കിൽ ആൾക്കാർ നമ്മുടെ അടുത്ത് പറയും, ഞാൻ ആലോചിക്കട്ടെ, ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. അല്ലെങ്കിൽ നമ്മൾ 1 മണിക്കൂറായിരിക്കും നമ്മുടെ മനസ്സിൽ ഒരു മീറ്റിംഗ് വെച്ചേക്കുന്നത്. നമ്മുടെ ടീം മെമ്പർ 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വേറൊരു കോൾ വരുന്ന വെച്ചാൽ ഞാൻ ഒന്ന് വിട്ടുപോക്കോട്ടെ. അങ്ങനത്തെ ഒക്കെ പല കാര്യങ്ങൾ വരും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാരിറ്റി വേണം. അത് കസ്റ്റമർ ആണേലും ടീം മെമ്പർ ആണേലും. അതാണ് ഈ റൂളിന്റെ അർത്ഥം. ഇതൊരു ലീഡർഷിപ്പ് സ്റ്റാൻഡ് പോയിന്റ് എന്നാണ് പറഞ്ഞത്. നമ്മളെ ടീം മെമ്പറിന്റെ അടുത്ത് ഡീൽ ചെയ്യുന്ന രീതി. നമുക്കിനിയും ഓക്കെ, ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ റൂളിനെ പറ്റി? മഞ്ജുല, what do you think about this rule? ജോമോൻ, ശ്യാമകുമാരി മാഡം. മഞ്ജുല മ്യൂട്ട് ചെയ്യാൻ പറ്റില്ല ആർക്കും. Yes, George. Yes, George. Yeah, so did you understand this rule? Yes, yes. All cool, right? ജോമോനെ Yes. മനസ്സിലായോ? ഈ റൂൾ മനസ്സിലായോ ജോമോന്? മനസ്സിലായി. ഓക്കെ, ഓസം. ഡെയ്സി മാഡം, റൂൾ മനസ്സിലായോ? അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണം കേട്ടോ. അപ്പൊ ഇതേ സെയിം റൂളാണ് ഇന്ന് സെയിൽസ് പ്രൊഫഷണൽസിന് പോലും. നമ്മളിപ്പം ടീം മെമ്പറിന്റെ അടുത്ത് ക്ലാരിറ്റി വേണമെന്നല്ലേ നമ്മൾ സംസാരിച്ചത്? അത് സെയിൽസ് ലീഡേഴ്സിനുള്ള റൂളാ. സെയിൽസ് പ്രൊഫഷണൽസിനുള്ള റൂളും ഇന്ന് നോ മ്യൂച്വൽ മിസ്റ്റിഫിക്കേഷൻ ആണ്. കസ്റ്റമറിന്റെ അടുത്ത്, നമ്മുടെ പ്രോസ്പെക്റ്റിന്റെ അടുത്ത്. നമ്മുടെ പ്രോസ്പെക്റ്റിനെ വിളിക്കുമ്പോഴത്തേക്കും പ്രോസ്പെക്റ്റിനെ അറിഞ്ഞിരിക്കണം നമ്മൾ എന്തിനാണ് നമ്മൾ സംസാരിക്കുന്നത്. അടുത്ത മീറ്റിംഗ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന എന്തിനാന്ന് അറിയണം. വൈ
ഒരു ഊഹാബോധത്തിൽ കാര്യം ചെയ്യാം. ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ക്ലാരിറ്റി ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ന ബിസിനസിനെ പറ്റി സംസാരിക്കാനായിട്ടാണ് നമുക്ക് നെറ്റരിക്ക് മീറ്റ് ചെയ്യാം. അപ്പൊ എന്റെ മനസ്സിൽ ക്ലാരിറ്റി ഉണ്ട്, ബിസിനസിന് വേണ്ടിയാ. അപ്പൊ ഞാൻ മീറ്റിംഗ് സമയത്തിന് കറക്റ്റ് എത്തണം. അപ്പൊ എല്ലാം ഇന്റർലിങ്ക്ഡ്. അക്കൗണ്ടബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരാൾ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ആ വാക്ക് എങ്ങനെ വാക്ക് ഉറപ്പിക്കുന്നത്? അത് ക്ലാരിറ്റി ഉള്ളപ്പം അല്ലേ? അപ്പൊ ഇപ്പൊ നമുക്ക് സെയിൽസ് പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള റൂള് നമുക്ക് നോ മ്യൂച്വൽ മിസ്റ്റിഫിക്കേഷൻ. സെയിം തിങ്. ഒരു മിനിറ്റ് ഷെയർ ചെയ്യട്ടെ. Hi, I'm Mike Crandall with Sandler Training, here to talk to you about Sandler Rule number 3, no mutual mystification. So what does it mean? Well, let me ask, have you ever entered into a sales call with an expectation that it was going to end one way, and then to find out that it did not end that way, but another way, bad or good? Or have you ever been in a meeting with an expectation of what was going to transpire, only to find out that that isn't actually what transpired? Both of those are examples of where there was mutual mystification. In general, you can think of mutual mystification as any time when two parties have different expectations and don't take the time to clarify them in advance of the interaction. It's our job as sales professionals to be intentional about finding out what expectations people have, to define phrases and terms in advance that might be misunderstood, to tie up any loose ends, also to make sure that all parties are in sync with what has happened as well as what will happen. I like to say this is summed up by one of my favorite phrases. The source of all the world's frustration is unfulfilled expectation. ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഒരു വേറെ ഈ പുള്ളിക്കാരന്റെ എക്സ്പ്ലനേഷൻ കൊണ്ടൊന്ന് കേൾക്കാം. Hey, it's Dave. Rule number 3, no mutual mystification. You know what? We live in a high-paced environment when we're selling every single day. And so when you're talking to a buyer, they're going to say things to you that you tend to fill in the blanks. Maybe because you've made an assumption about what they're talking about, maybe because you have happy ears, maybe because you just don't want to ask. But if somebody says to you things that you honestly don't know the meaning to, if you think about it, just stop, right, and say, what did they mean by that? So for instance, if you hear things like, hey, money's no object, or you're certainly close, or yeah, I understand, I'll have to think about that and get back to you. But what you want to do is to make sure that you understood, so validate it. But I have this quick little technique that you could use, which is called stroke, repeat, reverse. Hey, I appreciate you telling me money's no object. And when you said that, though, what exactly does that mean in your world? And then let them expand upon it, validate it. It may mean exactly what you think, but on the other side, it may not. So at all times, avoid mutual mystification. Okay. അപ്പം നമുക്ക് വേറെ രീതിയിൽ ഇത് കേൾക്കാം, നോക്കാം. അപ്പൊ നമ്മളൊരു സെയിൽസ് കോൾ ഇരിക്കുക. സെയിൽസ് കോൾ ഇരുന്ന് നമ്മൾ കുറച്ച് നമ്മുടെ പ്ലാനൊക്കെ പറഞ്ഞു തരുമ്പോൾ 1-on-1 പ്ലാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവര് പറയും, ഇത് കൊള്ളാലോ. അപ്പൊ നമ്മുടെ ചെവിക്ക് താല്പര്യമുള്ളത് മാത്രമേ നമ്മൾ കേൾക്കൂ. അത് ആലോചിക്കണം. നമ്മൾ സെയിൽസിൽ കയറുമ്പോൾ നമ്മൾ എവിടുത്തേലും ഒരു പോസിറ്റീവ് കാണാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, പിന്നെ നമ്മുടെ കസ്റ്റമർ എന്ത് പറയുവാണെങ്കിലും ഒരു സെയിൽസ് മീറ്റിങ്ങില് ഒരു 70% നമ്മൾ കണക്ട് ചെയ്ത്, നമ്മുടെ പ്ലാൻ പ്രസന്റേഷനിലല്ല, നമ്മളൊന്ന് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു 70% അവരാണ് സംസാരിക്കേണ്ടത്.
ഒരു സെയിൽസുകാരൻ എന്ന് പറഞ്ഞ ചോദ്യം ചോദിച്ച് കറക്റ്റ് ആയിട്ട് അവരുടെ കറന്റ് സിറ്റുവേഷൻ മനസ്സിലാക്കണം. അതാണ് ഒരു സെയിൽസുകാരൻ ശരിക്കും ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മള് ധൈര്യം വേണം, കോൺഫിഡൻസ് വേണം. പിന്നെ ഞാനൊരു ടെക്നീക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ഈ സാൻഡ്ലർ ടെക്നീക്കിന് നോട്ട് ടെക്നീക്ക് എന്ന് പറഞ്ഞുണ്ട്, NOT. നോട്ട് ടെക്നീക്കാണത് കേട്ടോ. അപ്പം ആൾക്കാർക്ക് നമ്മുടെ അടുത്ത് നോ പറയാൻ ഒരു ബുദ്ധിമുട്ടാണ്. ആൾക്കാർക്ക് ഒരു നോ പറയാൻ. അതുകൊണ്ട് അവര് പറയണേ ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം നോന്നാ. 99%. ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാനൊന്ന് ആലോചിച്ചോട്ടെ, ഞാൻ ആലോചിച്ചിട്ട് പറയാം. 99% അത് നോയാണ്. കാരണം ഉറപ്പായിട്ടും ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്, ഞാനൊന്ന് ആലോചിക്കട്ടെ അതെന്ന് പറഞ്ഞാൽ നോയാണ്. അത് റൂളാണത്. അപ്പൊ നമ്മളത് മനസ്സിലായി. അപ്പൊ ആൾക്കാര് നമ്മുടെ അടുത്ത് നോ പറയാനായിട്ട് വേദനയാണ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ. നമ്മളിപ്പോ ഒരു ഷോപ്പിംഗ് മോളിലേക്ക് പോവാം. ഷോപ്പിംഗ് മോളിലേക്ക് കടയ്ക്കകത്ത് കയറി ആദ്യം തന്നെ 2 പേര് ഓടി വന്നു, മേഡം ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ. നമ്മൾ എന്താ പറയുന്നത്? വേണ്ട, ഞാൻ നോക്കുക. എന്നിട്ട് നമ്മൾ തപ്പാൻ ഇറങ്ങും ഷോപ്പിംഗ് മോളിൽ. നമുക്ക് ആവശ്യമുള്ള സാധനം ചേട്ടാ നോക്കി കാണുന്നില്ലല്ലോ. എന്നാ പിന്നെ ചോദിച്ചു കളയാം. വേണ്ട, അതേ കുട്ടി അവിടെ നിൽക്കുന്നു. വേണ്ട അവരുടെ അടുത്ത് ചോദിക്കണ്ട, അവിടുത്തെ ഞാൻ നിങ്ങൾ പറഞ്ഞ നേരത്തെ, നമുക്ക് വേറെ അടുത്ത് പറയാം. അല്ലേ നമ്മള്? അല്ലേ ഷാമ്പു വേണം, ഉറപ്പാണോ? അല്ലേ? അപ്പോഴത്തേക്കും നമുക്ക് നോ പറയാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നോ ഇങ്ങോട്ട് നമുക്ക് നമ്മുടെ പ്രോസ്പെക്റ്റിന് നമ്മുടെ അടുത്ത് വേണ്ട എന്ന് പറയാൻ അവർക്ക് മടിയാ. ഒരാളെ വേദനിപ്പിക്കാന്നൊരു ഫീലിംഗ് ആണ് അവർക്ക്. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ അടുത്ത് നമ്മൾ പറയണം നോ പറയാൻ ഓക്കെയാണ്. അപ്പൊ ഞാൻ യൂഷ്വലി സംസാരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? 1.5 മണിക്കൂർ മീറ്റിംഗ് കയറി കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം ഇത് താല്പര്യം ഉണ്ടോന്ന്. ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കേ. അത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ അടുത്ത് അഭിപ്രായം പറയാൻ എളുപ്പമായിരിക്കും. സിമ്പിൾ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്അണ്ടർസ്റ്റാൻഡിങ് പാടില്ല. ക്ലാരിറ്റി, ക്ലിയർ ആയിരിക്കണം. ഞാൻ ഇന്ന് വിളിക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ബിസിനസ് സംസാരിക്കാനായിട്ടായിരുന്നു. എനിക്കൊരു 1/2 മണിക്കൂർ വേണം. എപ്പോഴാണ് സമയമുള്ള? ക്ലാരിറ്റി, ക്ലിയർ. അപ്പൊ ഇന്നത്തെ റൂൾ മനസ്സിലായോ? എവരിബഡി എനി ഒബ്ജക്ഷൻ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും? ഓൾ ഗുഡ്? മുമ്പോട്ട് പോകട്ടെ? Yes. ഓക്കെ, ഓസം. ഓൾറൈറ്റ്. അപ്പൊ ഇനി നമുക്ക് പോകേണ്ടത് നമ്മുടെ പ്രോസസ്. ഓക്കെ, ഞാൻ നമ്മുടെ പ്രോസസ്സിനെ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഞാൻ ചെറിയൊരു മാറ്റം മാറ്റി. ഓക്കെ, നമ്മുടെ പ്രോസസ്സിനെ ഒരു ചെറിയ മാറ്റം മാറ്റി. അതെന്തിനു മാറ്റിയെന്ന് ഞാൻ കൂടെ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് എന്തുവാ? നമ്മൾ ആദ്യം ആൾക്കാരുടെ അടുത്ത് ഫോൺ വിളിക്കുന്നു, അവരെ നമ്മുടെ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുന്നു. അതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? അത് തന്നെ. പക്ഷെ Crowd1 പേര് പറയാതാണ് നമ്മൾ അത് ചെയ്തുകൊണ്ടിരുന്നത്. പറയാതെ. കാരണം ആരെങ്കിലും നമ്മൾ കൊട്ടി അടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങ് നമ്മുടെ BBC റിപ്പോർട്ടൊക്കെ പൊങ്ങി വരും. അപ്പം ആൾക്കാരിത് ചിലപ്പം ഇപ്പൊ അത് ജോയിൻ ചെയ്യൂല.
അപ്പൊ നമ്മൾ ഒന്നും പറയാതാണ് നമ്മൾ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ നമുക്കിപ്പൊ കാണിക്കാനായി കാണിച്ച് അവർ നല്ല തൻ്റെ ഇടത്തോട്ട് കൊണ്ടുവരണം. അപ്പം ഇത് പീറ്റർ ജേക്കബ്സിനും പഠിപ്പിക്കുന്ന ഫ്ലോ ആണ്, സെയിം ഫ്ലോ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ലുക്ക്. അതപ്പോ ഫോൺ വിളിക്കണം, എന്നിട്ട് മീറ്റിംഗിലേക്ക് ക്ഷണിക്കണം. ബിസിനസ് പ്രസന്റേഷനിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞ് അവർക്ക് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞിട്ട് ഓൺ ഗോയിങ് ആയിട്ട് ഇവന്റുകളുണ്ട്. ഈ സൈക്കിളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പ്രോസസ്സ്. അപ്പൊ നേരത്തെ നമ്മൾ കമ്പനിയെ പറ്റി ഒന്നും പറയത്തില്ലായിരുന്നു. ഇനി ഇപ്പൊ നമുക്ക് കമ്പനിയെ കുറിച്ച് പറയാം. കാരണം നമുക്കിപ്പോ കമ്പനിയായി, ഓഫീസായി, റാങ്കിങ് എല്ലാം നമ്പർ 1 ആണ്. അപ്പൊ ഒരാളുടെ അടുത്ത് ചോദിക്കുമ്പോ ഏത് കമ്പനിയെ പറ്റി പറയുന്നത്, അത് നമുക്ക് ഞാൻ എന്തൊക്കെ അയക്കുന്നതെന്ന് ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോസസ്സ്. ആദ്യം നമ്മുടെ ആളെ വിളിക്കുന്നു, നമ്മുടെ കമ്പനിയുടെ കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നു, അവരെ നമ്മുടെ ബിസിനസ് പ്രസന്റേഷനിലേക്ക് ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ബിസിനസ്സിൽ ചേർന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. നമ്മൾ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാ ഇവന്റുകളിലേക്കും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു. എല്ലാ ഇവന്റുകളും, നമ്മുടെ ടീം മീറ്റിംഗ് ആയിക്കോട്ടെ, നമ്മുടെ ട്രെയിനിങ് ആയിക്കോട്ടെ, നമ്മുടെ കമ്പനി ഇവന്റ് ആയിക്കോട്ടെ, എന്തും നമ്മൾ ഇവന്റുകൾ പ്രൊമോട്ട് ചെയ്യുക. ഈ സൈക്കിളാണ്, 4 സ്റ്റെപ്പ് പ്രോസസ് ആണ് നമ്മുടെ. ഓക്കെ, അപ്പൊ ആ 4 സ്റ്റെപ്പ് പ്രോസസ്. അപ്പം എന്താണ് സംഭവം? അപ്പൊ ഈ ബിസിനസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്തൊക്കെ സ്കില്ലുകളാണ് വേണ്ടിയത് നമുക്കിത് മാസ്റ്റർ ചെയ്യാനായിട്ട്? ഈ ബിസിനസ് നമുക്ക് 7 സ്കില്ലുകളാണ് വേണ്ടത്. എങ്ങനെ ആൾക്കാരെ കണ്ടെത്താം, എങ്ങനെ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാം, എങ്ങനെ ആൾക്കാരുടെ ഇത് പ്രസന്റ് ചെയ്യണം, എങ്ങനെ ആൾക്കാരുടെ ഫോളോ അപ്പ് ചെയ്യണം, എങ്ങനെ ആൾക്കാരെ ക്ലോസ് ചെയ്യണം, എങ്ങനെ പുതിയ ആൾക്കാരെ തുടങ്ങിക്കണം, പിന്നെ എങ്ങനെ ഇവന്റുകൾ പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 സ്കില്ലുകൾ മാത്രം മതി, 1ഉം 2ഉം. എങ്ങനെ ആൾക്കാരെ കണ്ടെത്തണം, എങ്ങനെ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യണം. ഇതുകൊണ്ട് നമുക്കൊരു മാനേജർ വരെ എത്താം. അപ്പോഴത്തേക്കും മാനേജർ കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന്, മാനേജർ അല്ല, ഈ 2 കോർഡിനേറ്ററും വരെ എത്താം. കോർഡിനേറ്റർ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ നമുക്ക് മീറ്റിങ്ങുകളൊക്കെ എടുത്ത് തുടങ്ങി. അത് തന്നെ, ഇത് മതി. 1ഉം 2ഉം മറ്റേ മാനേജർ വരെ പിടിക്കാം, നോ പ്രോബ്ലം. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്കില്ലുകൾ നമുക്ക് ആവശ്യമുള്ളത്, റൈറ്റ്? അപ്പോ 1ഉം 2ഉമാണ് ഏറ്റവും വലിയ സ്കില്ലുകൾ. അപ്പം എങ്ങനെയാണ് അത് ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മൾ ആൾക്കാരെ കണ്ടെത്തുന്നത്? ഓക്കെ, നമ്മുടെ അപ്ലൈൻ പറഞ്ഞേക്കുന്നത് ഈ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബിസിനസ്സാണ്. അപ്പൊ സിമ്പിൾ ആണെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സിൽ ഇടപെടുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് കംപ്ലീറ്റ് സിമ്പിൾ ആയിരിക്കണം. അപ്ലൈൻ്റെ അടുത്ത് അപ്ലൈൻ സംസാരിക്കുന്നത് സിമ്പിൾ ആയിരിക്കണം, ഡൗൺലൈൻ കേൾക്കുന്നത് സിമ്പിൾ ആയിരിക്കണം, ഡൗൺലൈൻ പ്രോസ്പെക്റ്റിനെ ക്ഷണിക്കുന്നത് സിമ്പിൾ ആയിരിക്കണം, എല്ലാം സിമ്പിൾ ആയിരിക്കണം. പ്രോസ്പെക്ട് കേൾക്കുന്നു, ഓ ഇതെനിക്കും ചെയ്യാൻ പറ്റുമല്ലോ. ഡൗൺലൈൻ അപ്ലൈൻ്റെ അടുത്ത്, ഓ എനിക്കും അപ്പൊ മാനേജർ ആകാൻ പറ്റും. അപ്പൊ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ട് നമ്മൾ സിമ്പിൾ ആയിരിക്കണം. അപ്പോൾ എപ്പോഴും വളരെ 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 ഇമ്പോർട്ടന്റ് കാര്യമാണ്, എത്ര വലിയ ലീഡർ ആയാലും ഈ സ്റ്റെപ്പ് വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങും എത്തൂല. നെയിം ലിസ്റ്റ്. 100 പേര് വർക്കിംഗ് ലിസ്റ്റ് മതി. 100 പേര് എന്ന് പറഞ്ഞാൽ എന്തോ 2 കയ്യിലുണ്ടാവുന്ന 2 വിരകൾ 10, അത്രേ ഉള്ളൂ. 10 അതുപോലത്തെ 10 എണ്ണം. നമ്മൾ പേരന്റ് ടീച്ചേഴ്സ് മീറ്റിംഗിൽ പോവാ, നമ്മുടെ പിള്ളേരുടെ ഫ്രണ്ട്സിന്റെ മാതാപിതാക്കള്, അത് ഓട്ടോമാറ്റിക്. അപ്പൊ അത് എഴുതണം പേര്. എഴുതുമ്പോഴത്തേക്ക് പല പല കാര്യങ്ങൾ വേറെ ഓപ്പണായി വരും. അപ്പൊ എഴുതണം. പവർ ഓഫ് ദ മൈൻഡ് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത സാധനമാണ് ബ്രെയിൻ പവർ. അതൊന്നും ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഈ ലോകമെമ്പാടും ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഒരു തോട്ടിൽ കൂടെ മാത്രം, ഒറ്റ തോട്ടിൽ കൂടെ ലോകമെമ്പാടും.
കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും ലോകത്തിന് അല്ലേ? സിമ്പിൾ. An idea can change a life. Absolutely. Right? അപ്പൊ എഴുതുക. എന്നിട്ട് സക്സസ്ഫുൾ ആൾക്കാർ പറയുന്ന ഫോളോ ചെയ്യണം, അവരെന്താ ചെയ്തതെന്ന്. എന്നിട്ട് നമ്മുടെ ടച്ച് എടുക്കണം. ഇപ്പൊ 100 പേരുടെ ലിസ്റ്റ്. ഇപ്പൊ ഇനിയിപ്പം ബുദ്ധിമുട്ട്, അയ്യോ എന്നെ കൊണ്ട് അങ്ങ് പറ്റത്തില്ല, വിൽക്കാൻ പറ്റത്തില്ല. പേഴ്സണൽ ആയിട്ട് എടുക്കല്ലേ. ഇത് നിങ്ങളുടെ ബിസിനസ് ആണ്. ദിസ് ഇസ് യുവർ ബിസിനസ്. നമ്മുടെ കച്ചവടമാണിത്. ഇത് വേറെ പേഴ്സണൽ ആയിട്ട് എടുക്കരുത്. ബിസിനസ് ഇസ് ഈക്വൽ ടു Crowd1 ഇസ് ഈക്വൽ ടു $, €, അല്ലെ ഇന്ത്യൻ രൂപ. Crowd1 അതാണ് നമ്പർ 1. അപ്പൊ ബിസിനസ്സിന്, എല്ലാ ബിസിനസ്സിനും അതിൻ്റെതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. സെയിൽസ് ചെയ്യണം, മാർക്കറ്റ് ചെയ്യണം, അങ്ങനെ പല പല എല്ലാ ഇതുണ്ടല്ലോ. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒത്തുചേർന്ന ഒരു ബിസിനസ് ആണ് നമുക്ക് നമ്മുടെ ബാക്ക് ഓഫീസ് ആയിട്ട് കിട്ടിയേക്കുന്നത്. 3 പേരില നമ്മൾ ഗ്ലോബൽ ഓഫീസ് നമ്മൾ ഇതിൽ കൂടെ നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് ഓഫ് ഓൾ ലോകം കംപ്ലീറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതും നമ്മൾക്ക് ഗ്ലോബൽ ബിസിനസ് നടത്താനുള്ള ഓഫീസാണ് നമ്മുടെ കയ്യിൽ. ആ ഫേസ്ബുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ആ ഫ്രണ്ട്സിനൊന്ന് കണക്ട് ചെയ്യുക. എത്ര പേരുണ്ടെന്ന് നിങ്ങൾ തന്നെ നോക്കുക. 500 പേര് മിനിമം ഉണ്ടെന്ന് ഷുവറാ. 500 പേരില്ലെങ്കിൽ 2 ദിവസം ഒന്ന് ഫേസ്ബുക്കിൽ ഒന്ന് ഇരുന്നാൽ മതി. കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു 10-200 ആൾക്കാരാവും. അതാണ് സോഷ്യൽ മീഡിയ. എന്നിട്ട് ആ 100 പേരുടെ ലിസ്റ്റ് എഴുതുക. ആർക്കൊക്കെ എക്സ്ട്രാ സമയം വേണം, ആർക്കൊക്കെ എക്സ്ട്രാ പണം വേണം. എന്നിട്ട് അതിന്റെ സൈഡിൽ 100 പേരുടെ സൈഡിൽ 4 കോളം വരയ്ക്കുക. ആരൊക്കെ എന്തൂസിയാസ്റ്റിക്ക, ആരൊക്കെ എന്തൂസിയാസം വേണം, അത് ടിക്ക് ചെയ്യുക. ഏജ് ഗ്രൂപ്പ് 25 വയസ്സ് തൊട്ട് 55 വയസ്സ് വരെ ടിക്ക് ചെയ്യുക. ഏറ്റവും കൂടുതൽ ആവശ്യങ്ങളുള്ള ഏജ് ആണത്. ആരൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട് ടിക്ക് ചെയ്യുക. ആർക്കൊക്കെ ഇൻകം ഉണ്ട് ടിക്ക് ചെയ്യുക. ആ ടോപ്പ് 20 ആൾക്കാരെ എടുക്കുക. ഈ 4 ക്വാളിറ്റി ഉള്ള ആൾക്കാരെ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രീ സോൾഡ് ആണ്. ഇവരെ ഇനി നമ്മൾ മീറ്റിംഗിലേക്ക് ക്ഷണിക്കണം. അതാണ് നമ്മുടെ ദൗത്യം. ഓക്കെ, നമ്മുടെ മീറ്റിംഗിലേക്ക് ക്ഷണിക്കണം. ഇതൊരു റൂളാണ്. എല്ലാ മീറ്റിംഗിന്റെ ദൗത്യം അടുത്ത മീറ്റിംഗിന്റെ ഡേറ്റ് സെറ്റ് ചെയ്തിരിക്കണം. എന്ത് മീറ്റിംഗ് ആയിക്കോട്ടെ, ഫോൺ കോൾ ആയിക്കോട്ടെ, ഫേസ് ടു ഫേസ് ആയിക്കോട്ടെ, ആ മീറ്റിംഗ് തീരുന്നതിന് മുമ്പേ അടുത്ത മീറ്റിംഗിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഇറങ്ങാവൂ. റൂളാണിത്. അടുത്ത സ്റ്റെപ്പ് എന്താണ്, എന്നാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്, ഏത് സമയത്താണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്, ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് അത് അറിഞ്ഞിരിക്കണം. ഏതൊരു മീറ്റിംഗ് ഫോൺ താഴെ വെക്കുന്നതിന് അടുത്ത മീറ്റിംഗിന്റെ. ഓക്കെ, അപ്പോ ഈ 20 ആൾക്കാരുടെ നമ്മുടെ ലിസ്റ്റും കൊണ്ട് നമ്മൾ Crowd1 ബിസിനസ് നമ്മൾ 1 മിനിറ്റിൽ ചെയ്യാൻ പോവാ. 3 സ്റ്റെപ്പ് സ്ട്രാറ്റജിയിൽ. ഓക്കെ, 3 സ്റ്റെപ്പിൽ. ആദ്യത്തെ സ്റ്റെപ്പിൽ 1 കാര്യം പറയാം, രണ്ടാമത്തെ സ്റ്റെപ്പിൽ 2 കാര്യം പറയാം, മൂന്നാമത്തെ സ്റ്റെപ്പിൽ 3 കാര്യം പറയാം. ആദ്യത്തെ കാര്യം എന്താണ്? എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ബിസിനസ് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. എനിക്കൊരു അരമണിക്കൂർ തരാമോ? ഇന്ന് 8:30-ക്കാണോ 10:30-ക്കാണോ സമയമുള്ളൂ? ആദ്യം ഒന്ന് കണക്ട് ചെയ്യണേ. ഹായ്, ഹലോ, എങ്ങനെയുണ്ട്, കുറച്ച് ആളല്ലേ കണ്ടിട്ട്. അതെ, എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ബിസിനസ് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. എനിക്കൊരു അരമണിക്കൂർ തരാമോ? ഇന്ന് 8:30-ക്കാണോ 10:30-ക്കാണോ സമയം? ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 2 കാര്യം പറയാം. അപ്പൊ ആൾക്കാർ ചോദിക്കും, ഏതാണ് ബിസിനസ്? നമ്മളൊരു ഓൺലൈൻ ബിസിനസ് ആണ്, വേൾഡിലെ നമ്പർ 1 കമ്പനി ആയിട്ട്. ഈ ബിസിനസിനെ പറ്റി സംസാരിക്കാനായിട്ട് ഒരു അരമണിക്കൂർ, 8:30-ക്കാണോ 10:30-ക്കാണോ? അപ്പൊ അവർ ചോദിക്കും, ഏതാണ് കമ്പനി? ഓൺലൈൻ മാർക്കറ്റിംഗ് കമ്പനിയാണ് നമ്മൾ. Crowd1 എന്നാണ് പേര്. നമ്മുടെ പല കമ്പനികളുടെ ഡിജിറ്റൽ പ്രോഡക്ട്സ് ആണ്. നമ്മളൊരു മാർക്കറ്റിംഗ് കമ്പനിയാണ്. പല കമ്പനിയുടെ ഡിജിറ്റൽ പ്രോഡക്ട്സ് ആണ് നമ്മൾ വിൽക്കുന്നത്. ട്രാവൽ പ്രോഡക്റ്റ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, ഗെയിമിംഗ് ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ബിസിനസ്സാണ്. എന്നാ ഒരു അരമണിക്കൂർ സമയമുള്ള എനിക്ക് ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറ്റുമോ? തീർച്ചയായിട്ടും അയച്ചു തരാമല്ലോ. 2 സാധനം അങ്ങോട്ട് അയച്ചു കൊടുക്കുക. അതിപ്പോ ഞാൻ അയച്ചു തരുന്ന സാധനം ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. അവർക്ക് അയച്ചു കൊടുക്കുക അന്തസ്സായിട്ട്. എപ്പോഴാണ് മീറ്റിംഗ് ഉള്ളത്, സമയമുള്ളത്, എപ്പോഴാണ് മീറ്റിംഗ് സമയമുള്ളത്, എന്നിട്ട് ക്ലോസ് ചെയ്യുക. അത്രയേ ഉള്ളൂ സംഭവം.
അപ്പൊ ഞാൻ ചെയ്തു കൊടുക്കുന്ന സാധനം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മീറ്റിംഗ് എന്റെ സ്ക്രീൻ കാണുന്നുണ്ടായിരുന്നോ ജോമോൻ? ഇതുവരെ ഉണ്ടായിരുന്നല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ കൊടുക്കുന്ന സാധനം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ആദ്യം തന്നെ ചോദിക്കുമ്പോഴത്തേക്ക് Crowd1 കമ്പനി എന്താന്ന് ചോദിക്കുമ്പോ ഞാൻ ഈ സാധനം എടുത്ത് ആദ്യം കൊടുക്കുന്നത്. അയ്യോ, നിന്റെ മോന്റെ ഒരു മിനിറ്റ്. നോക്കട്ടെ, 1 second. Crowd1 എന്താണ്? വാട്ട് ഇസ് Crowd1 എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ദുബായ് പ്രോമോ ഉണ്ട്. വാട്ട് ഇസ് Crowd1 അത് അങ്ങോട്ട് അയച്ചു കൊടുക്കും. ഞാൻ അയച്ചു കൊടുക്കുന്നതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇപ്പൊ തരാം. 1 minute. ഞാൻ ഇതാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് കമ്പനിയുടെ $453,000. ഇതാണ് നമ്മൾ എപ്പോഴും കാണുന്നതാണിത്. ഇതാണ് ഞാൻ ആദ്യം അയച്ചു കൊടുക്കുന്ന കമ്പനി. 60 days. Without Amazon, shop. Crowd1, as you all know, is an established online social community and marketing company registered right here in Dubai. And we connect people from all around the world. And at the same time, അപ്പൊ ഇതാണ് ഞാൻ ആദ്യം അയച്ചു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ചാറ്റ് ബോക്സ് ഇട്ടേക്കാം. എന്നിട്ട് ഞാൻ രണ്ടാമത് അയച്ചു കൊടുക്കുന്നത് ഇതാണ്, ബിസിനസ് ഫോർ ഹോമിന്റെ പേജും. ബിസിനസ് ഫോർ ഹോമിന്റെ പേജിൽ ഇഷ്ടംപോലെ വേറെ Crowd1 കുറെ വേറെ ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ബിസിനസ് ഫോർ ഹോമില് ഇഷ്ടംപോലെ വേറെ വന്നിട്ടുണ്ട്. അപ്പൊ Crowd1 ഈ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു കൊടുക്കും. എന്നിട്ട് ഇപ്പൊ പുതിയൊരു സാധനം വന്നിട്ടുണ്ടല്ലോ, പതുക്കെ അപ്പൊ അവര് പറയും കുറച്ച് ഡീറ്റെയിൽസ് അയച്ചു. ഞാൻ ഈ 3 ലിങ്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കും. അപ്പൊ ഇത് രണ്ടാമത്. എന്നിട്ട് മൂന്നാമത്തത് ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ Crowd1 ഓഫീസ് ഞാൻ അയച്ചു കൊടുക്കും. ഇതാണ് നമ്മളെ മിനിയാന്ന് ലോഞ്ച് ചെയ്ത ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കും. ഇതാണ്, ഇതങ്ങോട്ട് അയച്ചു കൊടുക്കും. അപ്പൊ അതിന്റെ 3 ലിങ്ക് കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അന്തസ്സോടെ മീറ്റിംഗിലേക്ക്, വെബിനാറിലേക്ക് ക്ഷണിക്കുക. എന്നിട്ട് അവരുടെ അടുത്ത് ക്ലീൻ ആയിട്ട് പറയുക. മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യാം ഇത് നല്ലതായിട്ട് ഫിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന്. ഒരു അരമണിക്കൂർ അത് അന്തസ്സോടെ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ചോദിക്കേണ്ടത് കച്ചവടം തന്നെയാണ്, ബിസിനസ് തന്നെയാണ്. വേൾഡിലെ നമ്പർ 1 കമ്പനിയാണ് നമ്മൾ. ഓൾറൈറ്റ്, സോ ഇന്നത്തെ ഈ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ എല്ലാം കൂടെ തല്ലിക്കൂട്ടി കയറ്റിയാലും കമ്പനി അപ്ഡേറ്റും നമ്മുടെ റൂൾസും കൂടെ എല്ലാം കയറി. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, ചോദ്യങ്ങളുണ്ടോ, ചോദിക്കാം പ്ലീസ്. അഭിപ്രായം പറയണം. ഇന്നത്തെ മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു കൂടെ ഒന്ന് പറഞ്ഞുവാണെങ്കിൽ നമുക്കൊന്ന് ഓക്കെ. ഓൾറൈറ്റ്, എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാം. ശംഭുവരി മാഡം എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മീറ്റിംഗ്? സെയിൽസ് മനസ്സിലായോ? എങ്ങനെയുണ്ട് സാറേ? ഇന്ന് എനിക്ക് താമസിച്ച് കയറാനാ പറ്റിയ, നെറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് 7:30 പിന്നെ കയറി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അത് കുഴപ്പമില്ലായിരുന്നു സാറേ. നല്ല മോട്ടിവേഷൻ ആണ്. ഞങ്ങള് ഇതനുസരിച്ചല്ലേ നീങ്ങുന്നേ. അപ്പൊ സാറിന്റെ നിർദ്ദേശപ്രകാരം ചെയ്തു വരുന്നു. ലിസ്റ്റ് ഉണ്ട്, 10 പേരെ ജോയിൻ ചെയ്യിച്ചിട്ടുണ്ട്. ഇന്ന് എത്ര പേരുണ്ട് മീറ്റിംഗില്? ഈ മീറ്റിംഗിലോ? അല്ല,
ഇന്ന് നമ്മുടെ 8:30 മീറ്റിംഗിൽ എത്ര പേര് ക്ഷണിച്ചിട്ടുണ്ട്? ക്ഷണിച്ചിട്ടുള്ള 8-9 പേരെ ക്ഷണിച്ചിട്ടുണ്ട്. 3 പേരെങ്കിലും കാണും. എക്സിസ്റ്റിംഗ് ടീം മെമ്പേഴ്സ് ആണോ അതോ പുതിയ ആൾക്കാരാണോ? പുതിയത്. ഓക്കെ, പുതിയത്. പിന്നെ ഒരു ലെഫ്റ്റിന്നും റൈറ്റിന്നും ഓരോ ആൾക്കാർ ടീമിൽ നിന്നും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്തത് ഉണ്ട് സാറേ. എങ്ങാണോ അവരെങ്ങനെ മാനേജർ ആയിട്ടുണ്ടല്ലോ. അപ്പം അതാണ് ഫോക്കസ്. ക്ലീൻ ഫോക്കസ് ആയിരിക്കണം, ക്ലിയർ ഫോക്കസ്. നമ്മൾ നമ്മുടെ ടീം മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരാൾ ലെഫ്റ്റിൽ നിന്നും ഒരാൾ റൈറ്റിൽ നിന്നും കാണണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒന്ന് ഫോക്കസ് ചെയ്ത് നമുക്കൊന്ന് ബിൽഡ് ചെയ്യാം ഈ സാധനം. ഓക്കെ, പിന്നെ എന്റെ അടുത്ത് സോ വാട്ട് യു തിങ്ക് അബൌട്ട് ടുഡേസ് മീറ്റിംഗ് മഞ്ജുള? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ടൈം ആയി. ഇറ്റ്സ് ഗുഡ് ജോർജ്. ഐ മീൻ ഞാൻ കേൾക്കുന്നതാണല്ലോ. ജോർജിന്റെ ആദ്യത്തെ ഈ പറഞ്ഞ ഇൻഡക്ഷൻ ആദ്യം കയറിയപ്പോൾ ഈ ലിസ്റ്റിനെ കുറിച്ച് ആണ് ആദ്യം പറഞ്ഞത്. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് 100 പേര് ലിസ്റ്റ് എഴുതാനായിട്ട് ഉള്ള ശ്രമം നടത്തി. എനിക്കറിയില്ല, ഐ മീൻ ഡൗട്ട്ഫുൾ ആയിരുന്നു 100 പേരുടെ ലിസ്റ്റ് എനിക്ക് കിട്ടുമെന്ന്. പക്ഷെ ഞാൻ എഴുതി അവസാനിപ്പിച്ചത് 132 പേരുടെ പേരിലാണ്. ഇപ്പോ എന്റെ ലിസ്റ്റ് 400+ ആൾക്കാരുണ്ട്. ലാസ്റ്റ് പിന്നെ ജോഷിയേട്ടൻ പറഞ്ഞു ലിസ്റ്റ് ഉണ്ടാക്കൽ നിർത്താൻ. അത്രയധികം ആൾക്കാരുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു ഇനി ലിസ്റ്റ് നിർത്തിക്കോ മാഡം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവരിലൊക്കെ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ഞാൻ ഈ പ്രോസ്പെക്ട് ചെയ്തേക്കുന്നത് ഞാൻ വെറും ഒരു മുമ്പ് പറയുന്ന പോലെ തന്നെ ഒരു സീഡാണ്. ഞാൻ എല്ലാവരും ഒരു വിത്ത് പാകിയിട്ടേക്കാണ്. അത് എന്തെങ്കിലും മുളച്ചു വരുന്നുള്ള വിശ്വാസത്തോടുകൂടി. അവര് നോ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. നോ പറഞ്ഞു കഴിഞ്ഞാൽ ജോഷി ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടോ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ്. ഞാൻ അതൊക്കെ തന്നെ എൻ്റെ ഉള്ളിൽ കൊണ്ട് ഞാൻ ഒരിക്കലും ആരെങ്കിലും നോ പറയുന്നത് അവരുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അവരുടെ എന്തെങ്കിലും ഒരു അസൗകര്യം കൊണ്ടായിരിക്കും. അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഒരു ലക്ഷ്യം ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യുന്നത് റെസിഡ്യുവൽ ഇൻകം എന്നിട്ടുള്ള ഒരു എനിക്ക് ശിഷ്ടകാലം ജീവിക്കാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്ത്, ഓക്കെ ഹസ്ബൻഡ് ഉണ്ട് ഫാമിലി ഉണ്ട് ഒക്കെ സമ്മതിച്ചു. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ സ്വയം നേടിയ ഒരു പൈസ എൻ്റെ വേണം എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് ഞാൻ ഈ Crowd1 ജോയിൻ ചെയ്തത്. അപ്പോൾ എൻ്റെ ലക്ഷ്യം നോ കേൾക്കലല്ല, എൻ്റെ ലക്ഷ്യം റെസിഡ്യുവൽ ഇൻകം വാങ്ങിക്കലാണ്. അത് മാത്രമേ ഞാൻ മുൻപിൽ കണ്ടിട്ടുള്ളൂ, ഞാൻ അത് മാത്രമേ മുൻപിൽ കാണുന്നുള്ളൂ. എൻ്റെ ഒരു പൊസിഷൻ ഡയറക്ടർ 3 സ്റ്റാർ അല്ലെങ്കിൽ പ്രസിഡന്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഫോക്കസ് അതാണ്. വേറെ ഒരു തടസ്സവും എൻ്റെ മുൻപിൽ ഒന്നുമല്ല. 10 പേരോ 100 പേരോ 1000 പേരോ എന്നോട് നോ പറഞ്ഞാലും അതെന്നെ നിർത്തില്ല. ദാറ്റ് ഡസന്റ് സ്റ്റോപ്പ് മീ ഫ്രം ഗോയിങ് അഹെഡ്. ഞാൻ 130 കോടി ജനങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പൊ 1000 പേര് എന്നോട് നോ പറഞ്ഞാലും 1 ലക്ഷം പേര് നോ പറഞ്ഞാലും കോടിക്കണക്കിന് ജനങ്ങൾ മുമ്പിൽ കിടക്കുമ്പോൾ ഞാൻ എന്തിനു വറി ചെയ്യണം? അത്രേ ഉള്ളൂ. താങ്ക് യു ജോർജ്. പിന്നെ അപ്പം വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും വേറെ ചോദ്യങ്ങളുണ്ടോ? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ നമ്മുടെ സെഷൻ. എനിബഡി? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു ഇന്നത്തത്. ഇതുപോലെ ഒന്ന് കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അവസാനമാണ് കയറിയത്. എന്നാലും എനിക്ക് കുറെ പോയിന്റുകൾ കിട്ടി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഒരു അഭിപ്രായം പറയാണ്. ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ 3 മണിക്കത്തെ ഇടയ്ക്ക് കേൾക്കാറുണ്ട് നമ്മുടെ അമൃതിന്റെ ഒക്കെ. ഈ 8:30-ക്കത്തെ മീറ്റിങ്ങില് അമൃതിനെ പോലെയൊക്കെ ഉള്ളവര് സംസാരിക്കുന്നതായിരിക്കും. കാരണം ഞാനും കുറെ പേരെയൊക്കെ ഈ 8:30-ക്കിലാണ് കയറ്റിയിരിക്കുന്നത്. അപ്പം 8:30-യുടെ മീറ്റിങ്ങിന് ഒരു പവർ കുറവുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ 2 ക്ലയന്റ് കയറിയായിരുന്നു. അവര് 2 പേരും പകുതിയാ പറഞ്ഞ എനിക്കത് തോന്നിയായിരുന്നു അതങ്ങ് ശരിയായില്ലെന്ന്, ബോറിംഗ് എന്ന് എഴുതി കാണിച്ചു വെച്ചാൽ അവര് സ്ഥലം വിട്ടു. അപ്പം എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഞാൻ പറഞ്ഞത്. അത് ഞാൻ അങ്ങനെ ചെയ്യണമെന്നോ ഒന്നും അവര് എടുക്കുന്നത് മോശമാണെന്നൊന്നുമല്ല. ആണുങ്ങളുടെ പ്രസന്റേഷൻ ഒരു പ്രത്യേക പഞ്ച. അത് ഞാനും ജോയിൻ ചെയ്തത് അത് കേട്ടാണ്. ഞാനൊരു പക്ഷെ ഞാൻ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിട്ട് ഇപ്പം കുറച്ച് നാളേ ഉള്ളൂ. ഞാനൊരു 7 പേരെ കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷെ ഞാൻ അത് കഴിഞ്ഞ് ഒത്തിരി പേരോട് പറഞ്ഞപ്പോഴും എല്ലാവരും ഇതുപോലെ നോ തന്നെ പറയുന്നവരുണ്ട്, പിന്നെ പറയാന്ന് പറയുന്നവരുണ്ട്. എന്നാലും ഞാൻ മുമ്പോട്ട് തന്നെ പോകാൻ, പ്രസിഡന്റ് ആകാതെ ഞാൻ അടങ്ങിയിരിക്കുകയെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഇന്നത്തെ സാറിന്റെ മീറ്റിംഗ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതുപോലെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നും എങ്ങനെ പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണമെന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഇത്രയും നന്നായിട്ട് പറഞ്ഞു തന്നതിന് ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച് മാഡം. അതിപ്പം 8:30 സെഷനിൽ നമുക്ക് നോക്കാം.
അല്ല എന്റെ ഒരു അഭിപ്രായം കേട്ടോ. ഞാൻ അവരെയൊന്നും മോശക്കാരായിട്ടല്ല, അവരെല്ലാം നന്നായിട്ട് തന്നെ അവർക്ക് പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായ. മാഡം ഒരു കാര്യം ചെയ്യാവോ? മാഡം എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്യാമോ? +18309999007. ഞാനേ നമ്മള് സ്കെഡ്യൂള് എല്ലാ ആഴ്ചയിലും കിട്ടുന്നുണ്ട്. അപ്പം ആരൊക്കെയാ എടുക്കുന്നതെന്ന് ഞാൻ പറയാം. അപ്പം പവറുള്ള ആൾക്കാരാണെങ്കിൽ ആ സമയത്ത് മാഡം വിളിക്കുക. 3 മണിക്ക് എല്ലാ ദിവസവും അമൃത് എടുക്കുന്നുണ്ട്. 10:30 എല്ലാ ദിവസവും ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്നുണ്ട്. മാഡം എന്റെ പ്രസന്റേഷനിൽ വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ വന്നിട്ടൊന്നുമില്ല. ഞാൻ ഒന്നാമത് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ ഈ ജോലിയുടെ ഇടയിലൊക്കെ ഇത് കേക്കും ഒക്കെ ചെയ്യുന്നത്. അപ്പം Manjula, she needs to come to our session, right? Yes, madam. ഇംഗ്ലീഷ് സെഷൻ കേൾക്കാനും പറ്റുമായിരുന്നെങ്കിൽ ജോർജ് തന്നെ എടുക്കുന്നത് 10:30. ഞാനും 10:30 ഒന്നും ആൾക്കാരെ അത്ര ലേറ്റ് ആയിട്ടൊന്നും ഒരു വരത്തില്ല. അത് മാഡം നോക്കേണ്ടത് എവിടെന്നറിയോ? നമ്മൾ ഈ ബിസിനസ്സിനെ നോക്കേണ്ടത് ഗ്ലോബലിയാണ് നോക്കേണ്ടത്. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തും നമ്മൾ നോക്കരുത്. നമുക്കിത് ലോകമെമ്പാടും ചെയ്യാൻ പറ്റുന്ന കച്ചവടം. അപ്പം ബിസിനസ് ആണ്. അപ്പൊ നമുക്കിത് 10:30 ലേറ്റ് ആണെങ്കിലും ദുബായില് ഇത് 9 ആയിട്ടുള്ളൂ, 9 മണി ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കുറച്ച് ഫോക്കസ് മാഡം ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മാഡത്തിന്റെ സ്പെക്ട്രം ഒന്ന് ബ്രോഡൻ ആക്കായിരുന്നു. ഓൾറൈറ്റ്. അപ്പം എല്ലാവരുടെയും മീറ്റിംഗ് ചെക്ക് ചെയ്യണം. ചില ആൾക്കാർക്ക് എന്നിട്ട് അഡാപ്റ്റ് ചെയ്യണം. അമൃത്തിന്റെ മീറ്റിംഗ് ചില ആൾക്കാർക്ക് കറക്റ്റ് ആയിരിക്കാം, ചില ആൾക്കാർക്ക് നമ്മുടെ 8:30 മീറ്റിംഗ് ആയിരിക്കാം, ചില ആൾക്കാർക്ക് 10:30 മീറ്റിംഗ് ആയിരിക്കാം. അപ്പൊ എല്ലാത്തിനും പല പേസുകളാണ്, പല ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന പല പല തരം മീറ്റിങ്ങുകളാണ്. ഓടെ അപ്പം മാഡം അത് പറഞ്ഞത് നന്നായി. നമുക്ക് നോക്കാം. 3 മണി മീറ്റിംഗ് കണ്ടിന്യൂസ് വരിക. ഇന്ന് മാഡത്തിന് 10:30 മീറ്റിംഗ് ഇംഗ്ലീഷിന് വരാൻ പറ്റുവാണെങ്കിൽ നോക്കുക. അപ്പൊ മാഡത്തിന്റെ മറ്റുള്ള ആൾക്കാരുടെ അത് ഈ ലിങ്കിലാണോ? അല്ലല്ലോ, അത് ഈ ലിങ്കിലല്ല, നമ്മുടെ 8:30 ലിങ്കിലാണ് നമ്മുടെ 10:30 മീറ്റിംഗും. 10:30 മീറ്റിംഗും മാഡം ഒന്ന് കയറുക, വരിക. അതൊരു ഇന്റർനാഷണൽ മീറ്റിംഗ് ആണ്. അപ്പൊ പുറത്തുനിന്നുള്ള ആൾക്കാരെയൊക്കെ മാഡത്തിന് ക്ഷണിക്കാൻ പറ്റും. അപ്പം എല്ലാ ദിവസവും എന്തോ അതുപോലെ എനിക്ക് മഞ്ജുള അമ്മാവന്റെ ഫോൺ നമ്പറും കൂടി ഒന്ന് കിട്ടുവാണെങ്കിൽ എനിക്ക് ഉപകാരമായിരുന്നു. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട് അടുത്ത ദിവസം കൊച്ചിയില്. അപ്പം എനിക്ക് എന്നെക്കായാലും ഒന്നുകൂടെ പ്രസന്റേഷൻ പുള്ളിക്കാരത്തെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് എന്റെ മനസ്സിൽ തോന്നിയായിരുന്നേ. അപ്പൊ കൊച്ചി വെച്ചൊന്ന് മീറ്റ് ചെയ്യിപ്പിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. പുള്ളിക്കാരി പറ്റിയല്ലേ? ചെയ്യാം മാഡം, ചെയ്യാം, ഷുവർ ആയിട്ടും. പുള്ളി ഇവിടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയല്ലേ ആരെന്നെ വിളിച്ചാലും. പക്ഷെ ക്രൗഡ്1നെതിരെ മാത്രം ആരും സംസാരിക്കരുത് എന്റെ മുമ്പിൽ. എന്നെ പല ആൾക്കാരും ക്ഷണിക്കുന്ന എന്തിനാന്നറിയോ? ക്രൗഡ്1 ക്രൗഡ്1 ചെയ്യണ്ട എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ കുറെ പേര് നടക്കുന്നുണ്ട്. ഞാന് മാം നോട്ട് ചെയ്യോ? അല്ലെങ്കിൽ ഞാൻ Manjula, text her. Chat box. I've done it. Text it to her. Her name is Melody Joy. Yes, ഒരു മിനിറ്റ് മാം, ഞാൻ ഇപ്പൊ തന്നെ അയക്കാം. പെട്ടെന്ന് റാങ്ക് പിടിക്കണം. നവംബർ 22 കിട്ടിയോ മാഡം? നമ്പർ കിട്ടിയല്ലേ? എന്നെ വിളിച്ചു, എപ്പോ വേണേലും വിളിച്ചു. ഞാൻ കൊച്ചിയിൽ തന്നെ ഉണ്ട്. ദിസ് വീക്ക് ഫ്രൈഡേ സാറ്റർഡേ ഉണ്ടാവത്തില്ലെന്നേ ഉള്ളൂ. നെക്സ്റ്റ് വീക്ക് തൊട്ട് ഫുൾ ടൈം എടുക്കും. എനിക്കും കൂടെ താ സാറേ, എനിക്കും കൂടെ മഞ്ജുള മാഡത്തിന്റെ നമ്പർ തരാം. ഞാൻ എല്ലാവർക്കും ഇട്ടതാണല്ലോ, കിട്ടിയില്ല. ഒരു മിനിറ്റ്. ഞാനല്ല ഇടുന്ന മഞ്ജുള മാഡത്തിന്റെ നമ്പർ. മഞ്ജുള മാഡത്തിന്റെ നമ്പർ സ്വന്തമായിട്ട് ഇടുന്നു. ഡെയ്സി മാഡം എന്താണ് മിണ്ടാത്തത്? കിട്ടിയോ? സ്ക്രീനില് ഉണ്ടോ എന്റെ നമ്പർ? കിട്ടിയോ? ഉണ്ട്. എന്റെ നമ്പർ നോട്ട് ചെയ്തു. ആർക്ക് വേണേലും വിളിക്കാം.
Crowd1 വേണ്ടി വിളിക്കുക, Crowd1-എതിരെ പറയാൻ വിളിക്കുക. ഡെയ്സി മാഡം വണക്കം. ഡെയ്സി മാഡം വണക്കം. ഉണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഞാൻ എല്ലാവരും സൺഡേ പ്രസന്റേഷൻ എല്ലാം കാണുന്ന എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നു. That's awesome. So Manjula, this is my team member Daisy madam. She's from Bahrain. Okay, hello ma'am. Good evening. ഗുഡ് ഈവനിങ്. ഞാനും എറണാകുളമാണ്, പെരുമ്പാവൂര്. ആണോ? ഞാൻ കൊച്ചി വൈറ്റ്ലയിൽ തന്നെയാ താമസിക്കണേ. എവിടെയാണ്? വൈറ്റ്ലയാ? അതെ അതെ, വൈറ്റ്ലയിലാ താമസിക്കണേ. ഓക്കെ ഓക്കെ, നല്ല സന്തോഷം. നമുക്കൊരു ടീമായിട്ട് മുന്നോട്ട് പോകാം. പിന്നെ നമുക്ക് വിമൻ എംപവർമെന്റ്, ലേഡീസ് ഒള്ളി ഒക്കെ തുടങ്ങണ്ടേ അടുത്ത് തന്നെ? ലേഡീസ് ഒള്ളിക്കകത്ത് ഞാനും ഉണ്ട്. നല്ല ഐഡിയ കേട്ടോ. ഞാൻ ലേഡീസ് ഞാൻ ഉണ്ട്. എന്റെ ടീം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വിമൻ എംപവർമെന്റ് ആണ്. എംപവർമെന്റ് അല്ല, എല്ലാരും പവറാണ്. എന്റെ ഫോക്കസ് ലേഡീസ് ആണ്. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഉണക്കാനുള്ള ഇത് നെറ്റ് സ്ലോ റീകണക്ടിങ്. നോ പ്രോബ്ലം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണാമല്ലോ, അത്ര മതി. ജോമോനും താങ്ക്സ് കേട്ടോ. എപ്പോഴും ജോമോനെ കാണാറുണ്ട് ഈ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാൻ. കാണാൻ പറ്റിയതിൽ സന്തോഷം. ജോമോനെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, മീറ്റിംഗ്സിൽ വരാറുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ് ജോമോനും. പിന്നെ നമ്മുടെ ജോസ് സാറും ഉണ്ട്. അതെ, ജോസ് സാറും എല്ലാ മീറ്റിംഗ്സിലും ജോസ് സാറിനെ ഞാൻ കാണാറുണ്ട്. ഓക്കെ, നമുക്കിനി 10 മിനിറ്റേ ഉള്ളൂ നമ്മുടെ മലയാളം മീറ്റിംഗിലേക്ക്. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും പോയി ഇൻവൈറ്റ് ചെയ്യുക, കൊണ്ടുവരിക. നമ്മുടെ യോഗം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കലക്കമുള്ള വരുന്നത് അതിപ്പം പ്യൂർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മെലഡി മാഡം അങ്ങനെ ലൈറ്റിൽ വന്നു. അപ്പം സ്ത്രീകളെല്ലാം കൂടെ, അപ്പൊ ഞാൻ മിക്കവാറും ഒരു കോണറിൽ ഇരിക്കാം, അതാ നല്ലത്. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ നൽകി തന്നേക്കാം. നിങ്ങൾ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ, ഞാൻ റെഡി. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച്. അപ്പോൾ നമുക്കിപ്പോ 2 മീറ്റിംഗ് ആണ് മുമ്പിലുള്ളത്, 8:30-യും 10:30-യും. മെലഡി മാഡം ഒന്ന് വരിക. നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് മലയാളത്തിൽ ഞാനല്ല എടുക്കുന്നത്, ഇംഗ്ലീഷ് ഞാനായിരിക്കും എടുക്കുന്നത്. മലയാളം എനിക്ക് വയ്യ ഇന്ന്. എനിക്ക് മോൻ ഈ ആഴ്ച എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ എനിക്ക് അൺവൈൻഡ് ചെയ്യണം. 10:30 മീറ്റിംഗ് നമുക്ക് കാണണം. നമുക്ക് അതൊരു ചെറിയ മീറ്റിംഗ് ആണ്. മാക്സിമം 16, 20, 25 പീപ്പിൾ. ചിലപ്പം ഒരു 35 പേര് കാണും. അല്ലെങ്കിൽ ഒരു കോർ മീറ്റിംഗ് ആണ്, നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രം. പക്ഷെ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. അത് ഇംഗ്ലീഷിലാണ്. അപ്പൊ മാഡത്തിന് മനസ്സിലാകും. മാഡത്തിന് ഏത് ടൈപ്പ് ആൾക്കാരെ എന്റെ മീറ്റിംഗിലേക്ക് ക്ഷണിക്കാം. ഓക്കെ, മനസ്സിലാകും. ഓൾറൈറ്റ്. അപ്പം എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഇന്നൊരു ഭയങ്കര ഒരു നല്ലൊരു ദിവസമാണ് എനിക്ക് ദൈവം ഈ ദിവസം തന്നത്. നിങ്ങളെല്ലാം ഈ അവസരം നിങ്ങളെ ട്രെയിൻ ചെയ്യാൻ തന്നത്. നല്ല റൂൾസ് നമ്മൾ പഠിച്ചു. നോ മ്യൂച്വൽ മിസ്റ്റിഫിക്കേഷൻ. ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് അക്കൗണ്ടബിലിറ്റി ഉള്ളൂ. അത് രണ്ടും നമ്മുടെ ടീം മെമ്പേഴ്സിനും നമ്മുടെ കസ്റ്റമേഴ്സിനും എടുത്തു. റൈറ്റ്. പിന്നെ നമ്മൾ എങ്ങനെ ബിസിനസ് നമ്മൾ 1 മിനിറ്റിൽ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി. അതുകൊണ്ട് നോളജ് ഇസ് നോട്ട് പവർ അൺടിൽ യു യൂസ് ഇറ്റ്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യം നമ്മൾ ഉപയോഗിച്ച് നമ്മൾ അംബാസഡർ ലെവലിലേക്ക് നമുക്ക് എത്താം. നമുക്ക് ഗോതയിൽ വെച്ച് കാണാം. Crowd1, impossible is nothing.